ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത്. ഞാൻ നാട്ടിലേക്ക് വന്നതിൻ്റെ 3 റീസൺസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു മാമോദിസ, ഒരു എൻഗേജ്മെൻറ്റ്, ഒരു കല്യാണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്തവണ നാട്ടിലേക്ക് വന്നത്. ഒരു 10 ദിവസം ലീവ് എടുത്തിട്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലല്ല ഇത്തവണത്തെ എൻ്റെ നാട്ടിലത്തെ വിസിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും സന്തോഷവും ഒക്കെ കൂടിയുള്ള ഒരു വിസിറ്റായിരുന്നു. കാരണം വേറെ ഒന്നുണ്ടല്ല, നമ്മുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഒക്കെ എല്ലാവരെയും ഇത്തവണ വന്നപ്പോൾ കാണാൻ പറ്റി. അവരെല്ലാവരും പുറത്തൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു കല്യാണം വരുമ്പോഴാണ് നമുക്ക് ഇവരെല്ലാവരെയും കാണാൻ പറ്റും. ഞാൻ നാട്ടിലെത്തിയതും ഞാൻ എൻ്റെ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഫുൾ ടൈം പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ മാത്രമേ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ റൂം ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. ക്ലീൻ ആക്കിയിട്ട് ഞാൻ താഴത്തേക്ക് പോകുള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ് റൂം ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ വന്ന ഉടനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനാണ് പതിവ്. നാട്ടിൽ കാരണം വേറെ ഒന്നും ഉണ്ടല്ല, എൻ്റെ സാധനങ്ങളെല്ലാം ബാംഗ്ലൂരാണ് ഉള്ളത്. നാട്ടിൽ വരുമ്പം ഈ റൂം മാത്രമേ എനിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ സാധനങ്ങളൊന്നും ഈ റൂമിലില്ല. കണ്ടോ, മേടിച്ച സാധനങ്ങൾ വരെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം എനിക്ക് അത്രയും സാധനങ്ങളേ ഉള്ളൂ മാറ്റി വെക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട്. നേരത്തെയൊക്കെ ഞാൻ മമ്മീനെ കൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യിപ്പിക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൂം വൃത്തിയാക്കലും കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് ഞാൻ താഴത്തേക്ക് എൻ്റെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. പല്ല് തേച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത്ര വലിയ സുഖകരമായിരിക്കില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബേസിക് സ്കിൻ കെയർ ആണ്, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. ആദ്യം മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ തുടങ്ങുന്നത്. ഇത് ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ രാവിലെ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അക്വാലോജിക്കിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. എനിക്ക് അവരുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വർക്ക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണത്. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മുടെ മെയിൻ ആണല്ലോ, അതില്ലാണ്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി അടിപൊളി ദോശയും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞാനൊരു 6-7 ദോശ അന്ന് തിന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലാണെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അധികം ടൈമൊന്നും ഉണ്ടാവാറില്ല. സോ നാട്ടിൽ വരുമ്പോൾ ഞാൻ മാക്സിമം അത് മുതലാക്കാറുണ്ട്. അത് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത്തപ്പഴം കഴിക്കാറുണ്ട്. എനിക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഏത്തപ്പഴം. അത് ഞാൻ മുടക്കാറില്ല. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങളെൻ്റെ രാവിലത്തെ പരിപാടികളും നോർമൽ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ ചെറുക്കൻ കെവൂട്ടിൻ്റെ വീട്ടിൽ നിന്നൊരു നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്. അപ്പം കല്യാണം 26-നാണ്. ഇന്ന് സാറ്റർഡേ ആണ്, മൺഡേ ആണ് കല്യാണം. സോ അപ്പോൾ ഇന്നൊരു ചെറിയ കുഞ്ഞ് DJ പാർട്ടി ഒക്കെ ഉണ്ട്. സോ അപ്പം അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പം ഞാൻ ഓർത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പം നിങ്ങൾക്കെല്ലാം കാണാമല്ലോ. സോ അതിന് മുന്നേ എനിക്ക് 2 ടോപ്പ് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്, ചുരിദാറിൻ്റെ 2 ടോപ്പ്. അപ്പം ഞാനിപ്പോൾ ജിൻസീച്ചിയുടെ വീട്ടിൽ വരെ പോവാണ്. അവിടുന്ന് ടോപ്പ് ഓൾട്ടർ ചെയ്തിട്ട് മമ്മിക്ക് പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് കണ്ട് മേടിക്കണം, എന്തോ പാല് വെച്ച സംതിങ് ഒക്കെ ഉണ്ട് ഗിഫ്റ്റ്. പിന്നെ ഞാൻ കല്യാണത്തിനിടുന്നത് സാരിയാണ്. അപ്പോൾ എനിക്ക് കുപ്പിവള ഇടണം എന്നൊരാഗ്രഹം. അപ്പം ഉണ്ടെങ്കിൽ ഞാൻ കുപ്പിവള മേടിക്കാം. അപ്പുറത്ത് ചേട്ടൻ്റെ മക്കളുമാരൊക്കെ, അതായത് ഡാഡിയുടെ ചേട്ടൻ്റെ മക്കളും അവരെല്ലാവരും കൂടെ എന്നെ വിളിച്ചായിരുന്നു. നമുക്ക് അവിടെ പെരുമ്പഴ വെച്ചിട്ടാട്ടോ പരിപാടി, അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പം ഞാൻ ഓർത്തു ഞാൻ വൈകിട്ടേക്ക് അങ്ങോട്ടേക്ക് പോകാം. കാരണം അവരിനി ഇപ്പോൾ പോയാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് വരുള്ളൂ. അപ്പം എനിക്ക് ഇവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കാർ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന്. അപ്പോൾ ഞാൻ കാർ എടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എനിക്ക് തിരിച്ചു വരണമെങ്കിൽ എൻ്റെ കാർ എടുത്തിട്ട് ഇങ്ങ് വരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനിനി പോയി കാറിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ദേ ജിൻസീച്ചിയുടെ വീട്ടിൽ വന്നേക്കുക. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു എന്ന്. അപ്പം പുള്ളിക്കാരി അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുക, ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി മമ്മിക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ പോകണം. അല്ല, മമ്മിക്കുള്ളതല്ല, ഞാൻ ഉദ്ദേശിച്ചത് മമ്മിക്ക് എന്തോ പാലാച്ചിന് ഗിഫ്റ്റ് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ, ആ സാധനം മേടിക്കാൻ പോകാം. അപ്പോൾ ഓക്കെ, ബൈ. അല്ല, സ്മൂത്ത് പാർക്കിംഗ് അല്ലേ. ഇതുപോലെ കാറ് പാർക്ക് ചെയ്യും. ഇത് കണ്ടോ, ഇത് പണ്ട് നമ്മുടെ ഇങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ ആരോ ഭിത്തിയിലിടിച്ച് കയറ്റിയതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറെന്ന് പറയുന്നത്, ലഞ്ചെന്ന് പറയുന്നത്. നമുക്ക് ചോറുണ്ട്, ഇതിൽ സാമ്പാറും മോരും 2ഉം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ചിക്കൻ കറി, കുറച്ച് പ്രോട്ടീൻ, പിന്നെ കുറച്ച് പയറ്, പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ വെജിറ്റബിൾ സാധനമാണ്. അപ്പോൾ ഞാൻ സൂപ്പർ ഒരു ലഞ്ചൊക്കെ കഴിക്കട്ടെ.
നാട്ടിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സൂപ്പർ കുളിയൊക്കെ പാസ്സാക്കി. അപ്പോൾ ഞാൻ കുളിച്ചിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാറി വരുമ്പോഴാണ് താഴേന്ന് മമ്മീനെ പറഞ്ഞ് എടി നിന്നെ കാണാൻ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നെ കാണാൻ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സൊന്നും വരാറില്ല. അപ്പോൾ എന്താ സംഭവം, ഞങ്ങൾ നേരത്തെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഒരു കുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റിയ എന്നുള്ള പേര്. അപ്പോൾ ആൾ ഭയങ്കര രസമാണ്. എന്നെ അന്ന് ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ചേച്ചി മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അവൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അവളിപ്പോൾ എൻ്റെ വീടൊക്കെ തപ്പി കണ്ടുപിടിച്ച് എന്നെ കാണാൻ വന്നു. അയ്യോ പാവം. അവൾ ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ ഒരു ബിഗ് താങ്ക് യു. അവളെ കാണാൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പോയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പം ഇപ്പം ഞാനൊരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമുക്കിന്ന് DJ പാർട്ടി ഉണ്ട്. അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇതങ്ങ് ഇട്ടു. ഇനി അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റന്നാൾ കല്യാണത്തിനൊക്കെ വേണ്ടി. എനിക്ക് സാരി ഉടുക്കുന്നത്, അതുകൊണ്ട് കളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. നോക്കി നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങട്ടെ. പെരുമ്പഴ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ നേരത്തെ പോയി. ഞാനിപ്പോൾ കാറെടുത്ത് അങ്ങോട്ടേക്ക് പോകത്തേ ഉള്ളൂ. മമ്മിയൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ റെഡിയായി. മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അത് പയ്യെ കാറിൽ പോകുമ്പോൾ ഒന്ന് ഉണങ്ങിക്കോളും. ഇനി ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ കുറച്ച് ലേറ്റായി എത്തുമോ എന്നുള്ളത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ ചേച്ചി പോയിട്ട് വരാം. ഓക്കെ, ബൈ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് മെയിനായിട്ട് വരുമ്പോൾ ഇങ്ങനെ ആദ്യമേ പ്രാർത്ഥിക്കും, ഈശ്വരാ മമ്മിയോട് ഉണ്ടാവണേ, മമ്മിയുടെ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുറ്റത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ടൈം എടുത്ത് ഇങ്ങനെ ചായ കുടിക്കും. മമ്മിയുടെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറകിൽ കൊക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ബോറടിക്കും. എനിക്കറിയാം ഇതൊരു വൃത്തികെട്ട ആംഗിളാണെന്ന്. അപ്പോൾ സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് സംസാരിക്കാൻ നോക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് ബോറടിക്കും. പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഭയങ്കര അടിപൊളിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. അല്ലെങ്കിൽ മറ്റേത് ചേട്ടനടുത്തൊക്കെ പറയണം ഒന്ന് കൊണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ബസ് പിടിച്ചു പോകണം, ഓട്ടോ പിടിച്ചു പോകണം, എന്തൊക്കെ ചടങ്ങാണ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ആരുടെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോവാം. ഇത് ഞാൻ ഭയങ്കര വലിയൊരു ഇതായിട്ട് പറയല്ല, ഞാനൊരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മളിപ്പോൾ ചെക്കൻ്റെ വീട്ടിലെത്തി. ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നേക്കാം. സോ അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ. ഹായ് പറയൂ. ഹായ് പറയൂ. ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കാണിക്കാൻ പറ്റും, ഇവിടെ വെക്കാൻ സ്ഥലമാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്. അടിയിൽ പാൻ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഇവിടുത്തെ വർക്കൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ, കുഞ്ഞു വർക്കൊക്കെ ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തെടുത്ത്. ഓക്കെ, അപ്പം ഹെയർ എന്താ ചെയ്യേണ്ടതല്ല, ചുമ്മാ ഇങ്ങനെ തന്നെ ഇടുമായിരിക്കും. ഹാപ്പിയാണോ? മറ്റന്നാളല്ലേ കല്യാണം? മറ്റന്നാളല്ലേ കല്യാണം? ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമെങ്കിൽ പറയട്ടെ. ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. ചില കഴിവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്ന് അടുത്ത് കാണിച്ച്. നല്ല രസമുണ്ട്. ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്.
അങ്ങനെ ഈ പരിപാടിയോടുകൂടി എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരു തീരുമാനം. എൻ്റെ ദേഹം പൊള്ളി, ഫോണിൻ്റെ ക്യാമറയുടെ അത് അടിച്ചുപോയി, പിന്നെ ഡ്രസ്സും ഫുള്ള് കീറിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അന്ന് എനിക്ക്. നമ്മൾ പടക്കം പൊട്ടിച്ചതാണ്, എല്ലാം പൊള്ളി. ഒരു അടിപൊളി ഫുൾ DJ പാട്ട് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഫുൾ ടയേർഡായി. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നേരത്തെ ഉണ്ടായ ലുക്കും ഇപ്പോഴത്തെ ഉണ്ടായ ലുക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഇനി ഫുഡ് കഴിക്കാനുണ്ടാവും. ഒന്നും ഞാൻ എടുക്കുന്നതിന് അത്രയും ടയേർഡാണ്. സോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.